2 ദിവസം മുൻപാണ് സഹോദരിക്കും ഭർത്താവിനുമൊപ്പം ലക്ഷ്മൺ റാവു ഹോട്ടലിൽ മുറിയെടുക്കുന്നത്. പിന്നാലെ അയാളുടെ മൃതദേഹമാണ് ഹോട്ടൽ ജീവനക്കാർ കണ്ടെത്തുന്നത്. കൊലപ്പെടുത്തി കടന്നുകളഞ്ഞ സഹോദരിയെയും ഭർത്താവിനെയും പോലീസ് തിരയുന്നുണ്ട്. മദ്യലഹരിയിൽ ബോധം കെടുത്തിയ ശേഷം ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കൊലയാളികൾ പുറത്തേക്ക് പോകുന്ന CCTV ദൃശ്യം പോലീസ് ശേഖരിച്ചു. സാമ്പത്തിക തർക്കങ്ങളാകാം കൊലപാതകത്തിന് കാരണമെന്നാണ് അനുമാനം. ഹൈദരാബാദ് വിനായകനഗർ സ്വദേശി ലക്ഷ്മൺ റാവുവാണ് കൊല്ലപ്പെട്ടത്. 2 ദിവസം മുൻപേ സഹോദരിക്കും സഹോദരി ഭർത്താവിനുമൊപ്പമാണ് ഇയാൾ യാദ്ഗീർ പട്ടണത്തിലെ ഹോട്ടലിൽ മുറിയെടുത്തത്. സഹോദരി വരലക്ഷ്മിയും ഭർത്താവ് വെങ്കടരത്നയും കഴിഞ്ഞ ദിവസം മുറിയിൽ നിന്ന് പുറത്തുപോയി. മുറി ഒഴിയേണ്ട സമയമായിട്ടും ലക്ഷ്മൺ റാവു പുറത്തേക്ക് വരാത്തതിനാൽ ഹോട്ടൽ ജീവനക്കാർ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് തുറന്നു നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ ഇയാളെ കണ്ടെത്തുന്നത്. ഹോട്ടൽ മുറിയിൽ മദ്യക്കുപ്പികളും ഉണ്ടായിരുന്നു. പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് സ്വാഭാവിക മരണമല്ല എന്ന് വ്യക്തമായത്. മദ്യലഹരിയിൽ ബോധം കെടുത്തിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ഈ ദിവസങ്ങളിൽ മറ്റാരും ഈ മുറിയിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹോദരിയും ഭർത്താവും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കരുതുന്നത്. ഇരുവർക്കും വേണ്ടി തിരച്ചിൽ ആരംഭിച്ചു. ഇരുവരും ഹോട്ടലിൽ നിന്ന് പോകുന്ന CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന് കാരണം എന്താണെന്ന് വ്യക്തമല്ല. അടുത്ത ബന്ധുക്കളുടെ മൊഴിയെടുക്കുകയാണ് പോലീസ്. സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായിരുന്നോ എന്നും പരിശോധിച്ചു വരികയാണ്.